ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ ഡ്രാമയാണ്. റീസെൻ്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലവ് ബിറ്റ്വീൻ ലൈൻസ്. ഇതൊരു ചൈനീസ് ഡ്രാമയാണ്. ഗെയിമിങ്ങും അതേപോലെ തന്നെ റിയൽ ലൈഫും എല്ലാം കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി സീരീസ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഈ സീരീസിലെ കഥാനായികനെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗു ഷിയോ എന്നാണ്. നമുക്ക് ഇവളെ ഷിയോ എന്ന് വിളിക്കാം. ഇവളുടെ എൻഗേജ്മെൻ്റ് ആണ്. ഇവളിപ്പോൾ ആ ഒരു സ്ഥലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവളുടെ ജോലിയിൽ ഭയങ്കര ബിസിയാണ്. എന്നാലും അവളുടെ ഫിയാൻസിനെ കോൺടാക്ട് ചെയ്യാൻ നല്ലതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവളുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എങ്കിലും അവരാണെങ്കിൽ ഈ ഒരു എൻഗേജ്മെൻറ്റ് നല്ല കളറാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വെന്യൂ ഒക്കെ ബുക്ക് ചെയ്ത് കുറച്ചധികം പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ട്. നമ്മളുടെ ഷിയോ ആയിരുന്നാലും വന്നിട്ട് അവളുടെ അമ്മയെടുത്ത് ചോദിക്കും, അമ്മ എന്തിനാ അമ്മ ഇത്രയും പൈസയൊക്കെ മുടക്കിയത് എന്ന്. ഇതെല്ലാം ചെയ്തത് അവളുടെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ്. അവളുടെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്. എന്നാലും ആള് ഭയങ്കര സ്ട്രോങ് ആണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയോന്റെ ആ ഫിയാൻസിയില്ലേ, അവനെ എത്ര വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ഇൻലോസ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവനെ മെസ്സേജ് അയക്കാനും കോൺടാക്ട് ചെയ്യാനൊക്കെ ഒരുപാട് തവണ ട്രൈ ചെയ്യും. അവളുടെ ലാപ്ടോപ്പ് അവിടെ ഓൺ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോഴും തന്നെ അവിടെ ആയിട്ട് ഒരു കൊച്ചു ചേർക്കാൻ വന്നിട്ട് ആ ലാപ്ടോപ്പിലിട്ട് കളിക്കുന്നതാ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഷിയുവിൻ്റെ ഫിയാൻസി ഇവക്ക് എന്താണോ മെസ്സേജ് ആയിട്ട് ലാപ്ടോപ്പിൽ അയച്ചത് ഇത് സ്പീക്കറിലായിട്ട് അങ്ങ് കേൾക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് പറയുന്നത്, നമുക്ക് ബ്രേക്കപ്പ് ആവാം, എനിക്ക് നീയുമായിട്ട് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് തകർന്നു പോകും. ആർക്കാ അത് ഇഷ്ടപ്പെടുന്നത്? അതും ഇത്രയും പബ്ലിക്കായിട്ട് എല്ലാവരും കേൾക്കെ സ്പീക്കറിലൊക്കെ ബ്രേക്കപ്പ് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ. നമ്മളുടെ ഷിയു മൊത്തത്തിൽ തകർന്നു. പിന്നീട് കാണിക്കുന്ന ഒരു മാസത്തിന് ശേഷമാണ്. ഇവിടെ നമുക്ക് ഷിയുവിനെ പരിചയപ്പെടുത്തും. അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഫാമിലി എന്നുള്ളതാണ്. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ട് ആവുക എന്നുള്ളതാണ്. അവൾ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പഠിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവസാനം ഇവക്ക് പുറത്തൊരു ജോലി സെറ്റ് ആവുന്നതുവാ. അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കാൻ നേരത്താണ് ഇവളുടെ അച്ഛന് വയ്യാണ്ടായി ഇവളുടെ അച്ഛൻ്റെ കാലിന് സ്വാധീനമൊക്കെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ പുറത്ത് പോകണമെന്ന് വെച്ച ജോലി അങ്ങ് വേണ്ടാന്ന് വെക്കും. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ നല്ലൊരു ജോലി വേണം, സാധാരണ ഒരു ലൈഫ് ജീവിക്കണം, നല്ലൊരു വീട് വയ്ക്കണം. ഇതൊക്കെയാണ് അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ അവസാനം അവിടെ തന്നെയുള്ളൊരു വലിയ കമ്പനിയിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യും. ആ കമ്പനി ആണെങ്കിൽ ഇവളെ മാക്സിമം തേച്ചുകൊണ്ടിരിക്കുവാണ്. അവൾക്ക് ലീവ് കിട്ടത്തില്ല, ഓവർ ടൈം ചെയ്യണം, അങ്ങനെ പല സാക്രിഫൈസും നമ്മളുടെ ഷിയു ചെയ്യേണ്ടതായിട്ട് വരും. സത്യം പറഞ്ഞാൽ അവളെ എൻഗേജ്മെന്റിന്റെ പേരിൽ ഒരു നല്ലൊരു വെക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെക്കേഷൻ ആണെങ്കിൽ അവൾക്ക് ഇപ്പോൾ ആസ്വദിക്കാനും പറ്റുന്നില്ല. വെറുതെ കട്ടിലിൽ കിടന്ന് അവളുടെ ആ ഒരു ടൈമിനെ അവൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരും. അവൾ വന്നിട്ട് ഇവളെ നല്ലതുപോലെ ചീറപ്പ് ചെയ്യാനൊക്കെ നോക്കും. അവളുടെ ഫ്രണ്ടിന്റെ പേരെന്ന് വെച്ചാൽ ഷാവു എന്നാണ്. അവളാണെങ്കിൽ ഇവളെയും വിളിച്ചുകൊണ്ട് ഒരു വിർച്വൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയു വിചാരിച്ചിരിക്കുന്നത് അവളുടെ ലൈഫ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ മിസറബിളാ എന്നാ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഗെയിം കളിക്കണം. ഇവിടെയായിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമും ഒക്കെ കിട്ടും. അവർക്ക് അതിനകത്തൊരു കാർഡും കിട്ടും. അതായത് ഈ ഗെയിമിനകത്ത് കയറുന്ന ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഓരോരോ ക്യാരക്ടേഴ്സിനെയാണ് കിട്ടുന്നത്. ആ ക്യാരക്ടേഴ്സിനനുസരിച്ച് അവർ ആ ഗെയിമിനകത്ത് ജീവിച്ച് കാണിക്കണം. ഇതാണ് സംഭവം. നമ്മളുടെ ഷിയുവിനായിരുന്നാലും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ആ പേപ്പർ എടുത്ത് തുറന്നു നോക്കത്തൊന്നുമില്ല. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു പോയിന്റിലായിട്ട് എത്തും. അവിടെ എത്തുമ്പോൾ എന്തുവാ, ഒരു കണ്ണാടിയും കൊടുത്തിട്ടുണ്ട്. ആ കണ്ണാടി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിർച്വൽ വേൾഡ് ഇവർക്ക് നല്ല കിടിലമായിട്ട് കാണാം. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മഞ്ഞൊക്കെ വീഴുന്ന ഒരു 90s പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു വൈബാണ് അതിന്. അവിടെയായിട്ട് ഒരു ചെറുക്കൻ വരും. അവൻ വന്നിട്ട് പറയും, ഈ സ്ഥലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കണം, നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ വേണം ഉറപ്പുവരുത്താൻ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ ചെറുക്കനെ കാണാൻ ഭയങ്കര സുന്ദരനാണ്. ഇവനാണ് നമ്മളുടെ ഈ സീരീസിലെ നായകൻ. ഇവന്റെ പേര് ഷിയോ യു എന്നാണ്. നമുക്ക് ഇവനെ യു എന്ന് വിളിക്കാം. ഇവിടെയായിട്ട് നമ്മുടെ നായികയായിട്ടുള്ള ഷിയുയും അവളുടെ ഫ്രണ്ടും കൂടി ആ ഗെയിമിനകത്തായിട്ട് എൻ്റർ ആവും. ഇപ്പോഴും നമ്മുടെ നായികയ്ക്ക് ഗെയിമിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയായിട്ട് അവള് നേരെ വരുന്നത് ഒരു ഹോട്ടൽ റൂമിലായിട്ടാണ്. അവള് വിചാരിക്കുന്ന തന്നെ ഞാനിവിടെ റെസ്റ്റ് എടുക്കത്തതേ ഉള്ളൂ എന്നാ. പെട്ടെന്ന് തന്നെ കുറച്ച് സോൾജേഴ്സ് വന്നിട്ട് ആ റൂമെല്ലാം നല്ലതുപോലെ നോക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മളുടെ ഷിയുവിന് ഒരു പേപ്പറും അതേപോലെ ഒരു സാധനവും കിട്ടുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രഗ് ആയിരുന്നു. ഇതങ്ങാണം ഇവളുടെ കയ്യിലുള്ളത് ആ സോൾജേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഇവൾ അപ്പോഴും തന്നെ ജയിലിൽ പിടിച്ചിടും. ഇപ്പോഴാണ് നമ്മളുടെ നായികയ്ക്ക് ഈ ഗെയിമിന്റെ സീരിയസ്നെസ് എന്തുവാന്ന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അവൾ അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ അവൾ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലായിട്ടാണ്. അവിടെ വരുന്നതും ഒരാൾ വന്ന് ഇവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയു വിചാരിക്കും, എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡ്രഗ് അവനെ അടിച്ചേൽപ്പിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അവൾ ആ ഡ്രഗ് ആണെങ്കിൽ ഇവളോട് സംസാരിക്കാൻ വന്ന ചെറുക്കൻ്റെ കയ്യിൽ കൊടുക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ ആ സാധനം വാങ്ങി
വാങ്ങിയിട്ട് അത് അവളുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറയും ഡീൽ എന്തായാലും കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മുങ്ങിക്കളയും. ആ സമയത്ത് അവിടെയായിട്ട് കുറച്ച് സോൾജേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇവളുടെ അടുത്ത് പറയും നിന്റെ ബാഗ് തരണം, ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്ന്. എന്നാൽ നമ്മുടെ ഷിയോനൊന്നും മനസ്സിലാവത്തില്ല. ആ സമയത്ത് ഇവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാൾ വേഗം തന്നെ ചാടി എഴുന്നേറ്റിട്ട് ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവൾക്ക് വേണ്ടിയിട്ട് ആ നിൽക്കുന്ന സോൾജേഴ്സിന്റെ ഗണ്ണ് വാങ്ങി അവർക്ക് നേരെ തന്നെ പോയിന്റ് ചെയ്യാനും ഒക്കെ തുടങ്ങും. ഇത് വേറെ ആരുമല്ല, നമ്മളുടെ സീരീസിലെ ആ നായകനില്ലേ അവൻ തന്നെയാണ്, അതായത് യു. അവൻ പറയും നിങ്ങൾക്ക് ഇവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവൾ എൻ്റെ കസ്റ്റഡിയിലുള്ള ആളാ എന്ന്. ഇവിടെയായിട്ട് പെട്ടെന്ന് തന്നെ വേറൊരാളും ഇൻട്രൊഡ്യൂസ് ആവും. അയാളെ കാണുന്നേ നമ്മളുടെ ഷിയുനൊന്നും മനസ്സിലാവത്തില്ല. ഇയാൾ ചോദിക്കും ഷിയു നീ എൻ്റെ കൂടെ വരുന്നില്ലേ? എന്നാൽ ഇവക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂടെ നിൽക്കുന്ന സോൾജിയറില്ലേ, അതായത് നമ്മുടെ നായകനായിട്ടുള്ള യു, അവനാണെങ്കിൽ അവളെ രക്ഷിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിയു തീരുമാനിക്കും അവൻ്റെ കൂടെ പോയാൽ മതിയെന്ന്. പോരാത്തിന് അവനാണെങ്കിൽ നമ്മളുടെ ഷിയുവിനെ നേരത്തെ ഒരാളുമായിട്ട് അവളുടെ ഒരു ഡീലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ, അവൻ്റെ യഥാർത്ഥത്തിൽ അവളെ ചതിക്കുകയാണ് ചെയ്തത്. അവളുടെ ഒരു സാധനം വാങ്ങിയിട്ട് അതിനകത്ത് അവൻ ഒരു താക്കോലെടുത്ത് വെക്കുക ചെയ്തത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തുള്ള മേയറിനെ ആരോ തലേ ദിവസം കൊന്നിട്ടുണ്ടായിരുന്നു. ആ മേയറിന്റെ കൊലപാതകി ആരാന്ന് കണ്ടുപിടിക്കാനാണ് ഈ സോൾജേഴ്സ് എല്ലാം ഇങ്ങനെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവളുടെ കൂടെ ഡീലിങ് വെക്കാൻ നിന്ന ആളുടെ കയ്യിൽ മേയറിന്റെ വീടിന്റെ താക്കോലുണ്ടായിരുന്നു. ആ താക്കോലാണ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളെ ഇപ്പോൾ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അതിൽ നിന്ന് രക്ഷിച്ചത് നമ്മുടെ നായകൻ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ഷിയുവിന് ഫീൽ ചെയ്യും ഈ ഗെയിം അങ്ങനെ നിസ്സാര ഗെയിമൊന്നും അല്ല, ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മളുടെ ഷിയുവിന് ഓർമ്മ വരുന്നതേ അവളുടെ റിയൽ ലൈഫ് ആയിരുന്നു. അവളുടെ റിയൽ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര മിസറബിൾ അല്ലേ. അപ്പോൾ അവൾ വിചാരിക്കും ഈ ഗെയിമിലെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കണം എന്ന്. അങ്ങനെ അവൾ ഗെയിമിന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനകത്ത് നല്ലതുപോലെ കളിക്കാനൊക്കെ തുടങ്ങും. അവളുടെ കയ്യിലുള്ള ആ ഡ്രഗൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവൾ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അതേപോലെ തന്നെ ഈ ഗെയിമിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഫോർമുല എന്ന് പറയും. ഈ ഫോർമുല ആരുടെ കയ്യിലാണ് എത്തിച്ചേരുന്നത് അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. നമ്മളുടെ ഷിയുവിന് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ അവളുടെ വീട്ടിൽ വരുമ്പോൾ അവിടെയായിട്ട് എഴുതി വെച്ചിരിക്കും ഈ ഫോർമുല നീ ബ്ലൂ സ്കാർഫ് ഇട്ട് ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന്, അപ്പോൾ നിനക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടുതലായെന്ന്. അങ്ങനെ നമ്മളുടെ ഷിയു നേരെ ആ പറഞ്ഞ സ്ഥലത്തായിട്ട് വരുമ്പോൾ നമ്മളുടെ യു ആണെങ്കിൽ അവിടെ ബ്ലൂ സ്കാർഫ് ഇട്ടിട്ടിരിക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഷിയുവിന് സന്തോഷമാവും. അവന് ഓൾറെഡി ഇവളെ 2 തവണ രക്ഷിച്ചതല്ലേ. അങ്ങനെ അവൾ വന്നിട്ട് ഈ ഫോർമുല അവൻ്റെ കയ്യിൽ കൊടുക്കാനിരുന്നു. പെട്ടെന്ന് തന്നെ അതിലേക്കൂടെ വേറൊരാളും ബ്ലൂ സ്കാർഫ് ഇട്ടിട്ട് പോകും. അപ്പോൾ നമ്മളുടെ യു പറയും നിനക്ക് ആരെ വിശ്വസിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം, നീ ആരെ ചൂസ് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നിന്റെ ഫ്യൂച്ചർ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ ഒട്ടും മടിക്കാണ്ട് ആ ഫോർമുല നമ്മളുടെ യുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് പറയും എനിക്ക് നിന്നെ വിശ്വാസവാ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് താങ്ക് യു പറഞ്ഞ് പോകാനൊരുങ്ങും. ഈ യു ആയിരുന്നാലും പറയും വേഗം തന്നെ നീ ട്രെയിൻ പിടിച്ച് ഇവിടുന്ന് പൊക്കോ, എന്നാൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാ. പെട്ടെന്ന് ആരോ അവളെ പുറകിൽ നിന്ന് വെടിവെക്കും. അവൾ ആ സെക്കൻഡ് തന്നെ ഗെയിമിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. നമ്മളുടെ ഷിയുവിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ കണ്ണു തുറക്കുമ്പോൾ ഗെയിമിന്റെ പുറത്താണ് നിൽക്കുന്നത്. അവൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കും സത്യം പറ ഞാനൊന്നും അല്ലല്ലോ ആ ഗെയിമിൽ ആദ്യം ഔട്ടായത്. എന്നാൽ ആ സ്റ്റാഫ് ഒന്നും പറയത്തില്ല. അതിനർത്ഥം നമ്മളുടെ ഷിയു തന്നെയാണ് ആദ്യം ഔട്ടായത്. അവൾ അവിടെ ഗെയിമിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പോൾ ആ സ്റ്റാഫ് പറയും എനിക്കിപ്പോൾ ഒന്നും റിവീലാക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എപ്പോഴും കളിക്കാൻ വരുന്നോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഓരോരോ ക്യാരക്ടറിനെ ആയിരിക്കും കിട്ടുന്നത്, പല പല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിന് പെട്ടെന്നൊരു അർജൻറ്റായിട്ടുള്ള കാര്യം വന്നിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് പോകും. അതേസമയം തന്നെ നമ്മളുടെ നായകനെ കാണിക്കും. അവൻ യഥാർത്ഥത്തിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അവൻ ഭയങ്കര പവർഫുൾ ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഇവന്റെ റിയൽ ലൈഫിലെ പേരാണ് ഞാൻ ഇവന്റെ പേരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗെയിമില് അവനെ ജനറൽ എന്നാണ് വിളിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ ഫ്രണ്ട് അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതാ. അവള് ചോദിക്കും നിന്റെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു, നീ നല്ലതുപോലെ കളിച്ചോ? അവിടെ അവളുടെ കൂട്ടുകാരി പറയും പിന്നില്ലേ ഞാൻ സൂപ്പറായിട്ട് തന്നെ ഗെയിം കളിച്ചത്, അതിനകത്ത് ഫൈനൽ വിന്നർ വേറെ ആരും ആയിരുന്നില്ല, ആ ജനറലായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കര ഷോക്കാവും. അവള് ചോദിക്കും അത് ആ ഗെയിമിനകത്തുള്ള ക്യാരക്ടർ ആയിരുന്നില്ലേ, NPC ആയിരുന്നില്ലേ? അപ്പോഴാണ് നമ്മളുടെ ഷിയുവിന് മനസ്സിലാവുന്നത് അവൻ NPC ഒന്നും അല്ലായിരുന്നു, അവൻ ആ ഗെയിമിന്റെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്, അതായത് ഗെയിം പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്യാരക്ടർ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. പോരാത്തതിന് ആ ഗെയിമിനകത്ത് റിവീലും ആക്കിയിട്ടുണ്ട് നമ്മളുടെ ജനറലാണെങ്കിൽ ഒരാളെ ഭയങ്കര മാസമായിട്ട് വെടിവെച്ച് കൊന്നു എന്ന്. അതായത് ഇവൻ കൊന്നത് വേറെ ആരെയല്ല നമ്മളുടെ ഷിയുവിനെ തന്നെയായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു കുറച്ചുകൂടി ഷോക്കാവും. അവൾ റിയൽ ലൈഫിലെ ഒരു ലൂസറാണ്, ഇപ്പോൾ ഗെയിമിലും ഒരു ലൂസറിനെ പോലെയല്ലേ. ഇതിനകത്ത് അവൾ പറയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോർമുല അവൻ തട്ടിയെടുക്കുക ചെയ്തത് എന്ന്. എന്നാൽ നമ്മളുടെ ജനറലായിട്ടുള്ള യു ചെയ്തത് എന്തുവാ, അവൾ ഇതിനെപ്പറ്റി ആരടുത്തും പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവളെ അങ്ങ് കൊന്നു കളഞ്ഞു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും ഞാൻ അവൻ്റെ അടുത്ത് പ്രതികാരം വീട്ടിയിട്ട് അടങ്ങത്തോളെന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും ആ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോകും. സത്യം പറഞ്ഞാൽ
കാരണം ഈ ഗെയിം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്നാലും നമ്മളുടെ ഷിയു അതൊന്നും മൈൻഡ് ആക്കാണ്ട് വീണ്ടും കളിക്കാൻ പോകും. അപ്പോൾ അവൾക്ക് വേറൊരു ക്യാരക്ടറിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിനായിരുന്നു. അതായത് ഒരു ഫൈനാൻസ് അഡ്വൈസർ ആയിട്ടാണ് ഇവള് വന്നിരിക്കുന്നത്. ഇവിടെ ഇവള് 2 രീതിയിലാണ് കളിക്കാനുള്ളത്. മെയിനായിട്ട് നമ്മളുടെ ജനറലിനെ എങ്ങനെയെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ച് അവനെ തോൽപ്പിക്കണം, എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ മേയറാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം. ഇതായിരുന്നു അവളുടെ പ്ലോട്ട്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ ഗെയിമിന്റെ ആ സ്പോട്ടിലായിട്ട് എത്തും. ഇവിടെയായിട്ട് നമ്മളുടെ യു തന്നെയാണ് വന്നിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നത്. നമ്മളുടെ ഷിയു മനസ്സിൽ വിചാരിക്കും ഇത്തവണ ഞാൻ നിന്നെ തകർത്തിട്ടേ അടങ്ങത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ഗെയിമിൽ കയറിയിട്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങും. അവൾ അതിനുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യും. എന്നിട്ട് അവൾ നേരെ വരുന്ന നമ്മളുടെ ആ ജനറലിന്റെ ഓഫീസിലായിട്ടാണ്. അവിടെ വന്നിട്ട് അവന്റെ ഓഫീസിൽ ഒരു സാധനം കൊണ്ടിട്ട് അവനെ എങ്ങനെയെങ്കിലും ഫ്രെയിം ചെയ്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനാണ് നമ്മളുടെ ഷിയുവിന്റെ പ്ലാൻ. എന്നാൽ അവൾ ഓഫീസിലെത്തുമ്പോൾ അവിടെ ഓൾറെഡി 2 കള്ളന്മാരുണ്ടായിരുന്നു. അവരെന്തൊക്കെ അടിച്ചു മാറ്റാനാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്നേ ഷിയു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവർ ഓൾറെഡി ചീറ്റിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെയായിട്ട് സോൾജിയേഴ്സ് വരും. നമ്മളുടെ ഷിയു ആയിരുന്നാലും ഇവരെ പിടിക്കുന്നെന്നുള്ള രീതിയിൽ ഇവരുടെ പുറകെ ഓടും. എന്നാൽ അവൾ അവിടെ മറിഞ്ഞു വീഴും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ജനറൽ അങ്ങോട്ട് കയറി വരും. അവൻ നമ്മളുടെ ഷിയുവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. അവളുടെ ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ ഷിയു പറയും അത് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്ന കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന്. ഇവിടെ നമ്മളുടെ യു ആയിരുന്നാലും നമ്മളുടെ ഷിയുവിനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യാൻ അവളുടെ താഴെ കിടക്കുന്ന ചെരുപ്പൊക്കെ എടുത്ത് ഇവളുടെ അടുത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. നമ്മളുടെ ഷിയു ആയിരുന്നാലും വിചാരിക്കും ഇവൻ എന്തിനാ ഇത്ര ജെന്റിൽമാൻ ആവുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയുവും യുവും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നതാ. അവിടെ നമ്മളുടെ ഷിയു പറയും എനിക്ക് ഫോർമുല എവിടെ ഉണ്ടെന്ന് അറിയാം, ഞാനത് കൊണ്ടു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന്. ഇവിടെയായിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീല് വെക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ കണ്ടുപിടിക്കും ഈ ഫോർമുല ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയു ആദ്യമേ കളിച്ച ക്യാരക്ടർ ഇല്ലേ, ആ പെണ്ണിന്റെ കയ്യിലാണ് ഇപ്പോൾ ഫോർമുല ഉള്ളത്. ഇവിടെ നമ്മളുടെ ഷിയുവിന് മനസ്സിലാവും, അതായത് ക്യാരക്ടേഴ്സ് എല്ലാം എപ്പോഴും ഒരേ കണക്കായിരിക്കും, കളിക്കുന്ന ആൾക്കാരായിരിക്കും മാറുന്നത്, അവരുടെ ചോയ്സ് അനുസരിച്ചായിരിക്കും ഈ ഗെയിം ഇനി മുമ്പോട്ട് പോകുന്നത് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ നമ്മളുടെ ജനറലിനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വരും. അവളവിടെ പറയും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോർമുലയുണ്ട്, ഞാൻ ആ ഫോർമുല നിങ്ങൾക്ക് തരാം, പകരമായിട്ട് ഞാൻ പറയുന്ന പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്ത് തരണം. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ജനറൽ അതിനൊന്നും റെഡി ആവത്തില്ല. പെട്ടെന്ന് തന്നെ സോൾജേഴ്സിനെ വിളിച്ചിട്ട് ഇവളെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അവളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു പറയും പ്ലീസ് എന്നെ കൊല്ലരുത്, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നില്ലല്ലോ, എനിക്ക് ഇനിയും ജീവിക്കണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജനറൽ പറയും എനിക്ക് നന്നായിട്ടറിയാം നിന്റെ കയ്യിലുള്ള പേപ്പറിൽ ഫോർമുലയൊന്നും ഇല്ല എന്ന്. യഥാർത്ഥ ഫോർമുല എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയും. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ ഫോർമുല എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് ഇവൻ്റെ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അവൻ്റെ ഓപ്പോസിറ്റുള്ള ആളാണെങ്കിൽ നമ്മളുടെ ഷിയുവിനെ വന്നെങ്കിൽ പിടിക്കും. എന്നിട്ട് ഇവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. എന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നത് തന്നെ മര്യാദയ്ക്ക് എനിക്ക് ഫോർമുല തന്നു, ഇല്ലെങ്കിൽ നിന്നെ കൊന്നു കളയുമെന്നാണ്. അതേസമയം തന്നെ നമ്മളുടെ ജനറൽ യു ഇല്ലേ, അവനാണെങ്കിൽ നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് എവിടെയാണോ വന്ന് നിൽക്കാൻ പറഞ്ഞത് ആ സ്ഥലത്ത് വരുന്നതും അവിടെ കുറച്ച് ഫ്രൂട്ട്സ് കിടക്കുന്ന കാണാം. അത് വെച്ചിട്ട് അവൻ ഫോളോ ചെയ്ത് വന്ന് നമ്മളുടെ ഷിയുവിനെ കണ്ടുപിടിക്കും. അവളിപ്പോൾ ട്രാപ്പായിട്ട് കിടക്കുമായിരുന്നില്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു പറയും ഞാനാണെങ്കിൽ ആ ഫോർമുലേനെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് വേറൊരു സ്ഥലത്ത് വന്ന് ആ ഫോർമുല എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കും. എന്നാൽ ആ സമയത്ത് തന്നെ നമ്മളുടെ ഷിയുവിനെ ആരാണോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത് ആ ആള് നമ്മളുടെ ജനറൽ യുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അവൻ്റെ കയ്യിൽ കൊടുത്ത ആ ഒരു എൻവലപ്പില്ലേ അതിൻ്റെ അകത്തായിട്ട് വേറൊരു ടോക്കണാണ് ഉണ്ടായിരുന്നത്. ആ ടോക്കൺ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മളുടെ ജനറൽ യുവിനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് അങ്ങ് പോകും. ഇവിടെയായിട്ട് ജനറൽ യുവിന് നല്ല ദേഷ്യം വരും. നമ്മളുടെ ഷിയു ആയിരുന്നാലും പറയും മുമ്പത്തെ ഒരു റിവഞ്ചാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പോൾ തീർത്തത് എന്ന്. ഇവക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവൾ സത്യം പറഞ്ഞാൽ അവൻ്റെ അടുത്ത് പറയുന്നതേ എന്തായിരുന്നാലും ഞാൻ ട്രോഫി വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ ആൾക്കൂട്ടത്തിൽ കാണണം. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ ഒരു പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി നിൽക്കുന്നതും അവിടെയായിട്ട് അവൾ പരിധി നോക്കും നമ്മളുടെ ഈ ജനറൽ യു അവിടെ എങ്ങാനും ഉണ്ടോ എന്ന്. എന്നാൽ അവൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഷിയുവിന് ചെറിയൊരു സങ്കടമാവും, അവൻ ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഇവൾ ഗെയിമിന് പുറത്തോട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജനറൽ യു എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടർ ഇല്ലേ അതിൻ്റെ മുകളിലായിട്ട് കുറേ ആൾക്കാർ കുറേ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവൻ്റെ മുഖത്തായിട്ട് എഴുതി ഒട്ടിക്കും ഒരിക്കലും ഒരു കുറുക്കന് ജയിക്കാൻ പറ്റത്തില്ല എന്ന്. ഇത്രയും എഴുതി വെച്ചിട്ട് അവളുടെ റിവഞ്ച് കംപ്ലീറ്റ് ആക്കി എന്നുള്ള മട്ടിൽ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ മാനേജറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. സത്യം പറഞ്ഞാൽ അവൾ അസിസ്റ്റന്റ് ആയിട്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് തന്നെ ഈ മാനേജർ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവളെ ഉടനെ തന്നെ ആർക്കിടെക്റ്റ് ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാമെന്ന്. എന്നാൽ നമ്മളുടെ ഷിയുവിനെ അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ്. 3 വർഷമായിട്ട് അവൾ ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ നമ്മളുടെ ഷിയുവിനാണെങ്കിൽ എന്തോ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ പറയും ഞാൻ ഈ ജോലി ക്വിറ്റ് ചെയ്യുക എന്ന്. അവളുടെ മാനേജർ ആയിരുന്നാലും ഇവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു.
അവിടെയായിട്ട് ഷിയു അവളുടെ മാനേജറിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ കുടിക്കുന്ന ആ കോഫി ഇല്ലേ, അതിൻ്റെ കോഫി മിഷനിലായിട്ട് 4 കോക്രോച്ചിനെയാണ് ഞാൻ ചത്തതായിട്ട് കണ്ടുപിടിച്ചത് എന്ന്. ഞാനല്ല കണ്ടത്, നിങ്ങളുടെ എംപ്ലോയീസ് ആണ് കണ്ടത്, പിന്നെ ഞാനത് മൈൻഡ് ആക്കിയില്ല എന്ന്. ഇത് കേൾക്കുന്ന അയാൾ നല്ലതുപോലെ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് അറിഞ്ഞിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നാലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അവളുടെ കോഫി മെഷീനെല്ലാം നല്ലതുപോലെ തപ്പി നോക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു കഫേയിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു പറയും, നീ അത് നോക്കിയൊന്നും വേണ്ട, ഞാൻ അയാളെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ എന്ന്. ഇവിടെയായിട്ട് അവളുടെ ഫ്രണ്ട് ചോദിക്കും, നീ എന്നാലും നല്ലൊരു ജോലി കിട്ടിയിട്ട് റിസൈൻ ചെയ്താൽ പോരായിരുന്നോ? അപ്പോൾ അവൾ പറയും, നല്ലൊരു ജോലി കിട്ടിയിട്ട് റിസൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു കാലത്ത് റിസൈൻ ചെയ്തില്ല, കുറച്ച് റിസ്ക് ഒക്കെ വേണം, എന്നാലല്ലേ ലൈഫിലൊരു ത്രില്ലുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഷിയു വീണ്ടും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ അവൾ അവളുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസയെല്ലാം അവളിപ്പോൾ ഗെയിം കളിച്ചിട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഷിയു ആ ഗെയിമിനകത്ത് എൻ്റർ ആകുമ്പോൾ അവിടെയായിട്ട് അവൾ വിചാരിക്കുന്നത് തന്നെ, എനിക്ക് ആ ജനറലിനെ ഒന്ന് കാണണം, അവൻ്റെ തോറ്റ മുഖം എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഗെയിമിനകത്ത് വരുന്നത്. എന്നാൽ ആ ജനറലിന് പകരം ഇന്ന് വേറൊരു ക്യാരക്ടറായിരുന്നു പ്ലേ ചെയ്യുന്നത്. ജനറലായിട്ട് തന്നെയാണ്, പക്ഷേ ആൾ മാറ്റമാണ്. ഇത് കാണുന്നത് നമ്മളുടെ ഷിയുവിനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. അവളാണെങ്കിൽ അങ്ങനെ ഇവൻ്റെ കൂടെ ഗെയിം കളിക്കാൻ തുടങ്ങും. എന്നാൽ ഇവനാണെങ്കിൽ നമ്മളുടെ ജനറൽ ന്യൂൻ്റെ കണക്ക് അത്ര കണ്ണിയൊന്നും അല്ല, ഇവനൊരു പാവപ്പെട്ടവനാണ്, ഇവനത്ര ബുദ്ധിയും ഇല്ല. അങ്ങനെ നമ്മളുടെ ഷിയു പെട്ടെന്ന് തന്നെ ഇവനെ തോൽപ്പിച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ട് നമ്മളുടെ ഷിയു അവിടെ ഇരുന്ന് അവിടുത്തെ ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അവൾ വിചാരിക്കും, 600 രൂപ ചിലവാക്കിയതല്ലേ, അതെങ്ങനെയെങ്കിലും മുതലാക്കണ്ടേ എന്നും പറഞ്ഞിട്ട്. പിന്നീട് നമ്മളുടെ ഷിയു വീട്ടിൽ വന്നിട്ട് ജനറൽ യുവിനെ പറ്റി നല്ലതുപോലെ സെർച്ച് ചെയ്ത് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഈ ഗെയിം നല്ല പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതുപോലെ വൈറലായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരായിരുന്നാലും സ്വന്തമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജനറൽ യു മാത്രം ഒന്നിൻ്റെ മുമ്പിലായിട്ട് വന്നിട്ടില്ല. അവൻ ഈ പബ്ലിസിറ്റി ഒന്നും അത്ര ഇഷ്ടമൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യുവിനെ ആ ഗെയിമിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിളിച്ചിട്ട് പിടിച്ചിരുത്തി സംസാരിക്കുന്നതാണ്. അവൻ്റെ അടുത്ത് പറയും, നിന്റെ പ്രൈവറ്റ് ലൈഫ് ഒന്നും ഞങ്ങൾ ആരും എക്സ്പോസ് ചെയ്യാനൊന്നും പോകുന്നില്ല, നീ അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ യുവിന് വേണ്ടിയിട്ട് ഷിയു എഴുതിയ ആ മെസ്സേജില്ലേ, അതും അവൻ്റെ കയ്യിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനറിയും, അതായത് ഏതോ ഒരുത്തി വന്നിട്ട് നിനക്കെതിരെയായിട്ട് ഇങ്ങനൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്, എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാ എന്നൊക്കെ. ഇവിടെ നമ്മളുടെ യു ആണെങ്കിൽ അതിന് വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യു ആണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് തേടി നടക്കുന്നതാണ്. അപ്പാർട്ട്മെൻറ്റ് തേടി വരുന്നതേ ഒരു ലോക്കലായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. സത്യം പറഞ്ഞാൽ അവൻ ഭയങ്കര പണക്കാരനല്ലേ, എന്നിട്ടും അവൻ എന്തിനാണ് ഇത്രയും ലോക്കലായിട്ടുള്ളൊരു സ്ഥലത്ത് വീട് നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ അച്ഛനെയും അമ്മേനെയും കാണിക്കും. അവരും ആ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് കയറി വരുന്നത്. അവർ വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ, അതായത് ഫിയാൻസി, അവൻ്റെ അമ്മയുമായിട്ട് അടി കൂടാനായിട്ട് തുടങ്ങും. അവരങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ കാര്യത്തിലാണ് സംസാരം വരുന്നത്. പെട്ടെന്ന് അവിടെയായിട്ട് നമ്മളുടെ ഷിയുവും വരും. അവൾ വന്നിട്ട് അവളുടെ ആ ആൻറ്റീനെ നല്ലതുപോലെ വഴക്ക് പറയും. അവരെ കൂളായിട്ട് ഇൻസൾട്ട് ചെയ്ത് അങ്ങ് വിടും. നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തന്നായിരുന്നു, പിന്നെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട്. അതേസമയം തന്നെ നമ്മളുടെ യു ആണെങ്കിൽ ഷിയു നിൽക്കുന്ന താഴത്തെ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അവൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അവനായിരുന്നാലും വിചാരിക്കും ഇവിടെ എന്തൊരു ബഹളവാ എന്ന്. ഇവിടെ വെച്ചിട്ട് നമ്മളുടെ ഷിയുവും യുവും കൂടി പരസ്പരം കാണാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. എന്നാലും അവർ തമ്മിൽ കാണത്തൊന്നുമില്ല. പിന്നീട് കാണിക്കുന്ന ഷിയു അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. അവളുടെ അച്ഛനായിരുന്നാലും അവിടെ പറയും, മോളെ നീ ഇനിയിപ്പോൾ വെക്കേഷൻ എടുത്തതൊക്കെ മതി, നീ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലേ ലീവ് അപ്ലൈ ചെയ്തത്, ഇനിയിപ്പോൾ നീ തിരിച്ച് ജോലിക്ക് കയറ്, നല്ലതുപോലെ വർക്ക് ചെയ്യണം, എന്നാലേ നല്ലപോലെ ക്യാഷൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെ നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ അച്ഛനടുത്തും അമ്മയടുത്തും പറയാനായിട്ടിരുന്നു അവൾ റിസൈൻ ചെയ്തു എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛൻ്റെ കാലിന് ചെറിയൊരു പെയിൻ വരുന്ന കണ്ടിട്ട് നമ്മളുടെ ഷിയു വിചാരിക്കും ഇപ്പം പറയണ്ട എന്ന്. അവൾക്ക് തന്നെ അറിയത്തില്ല ഇവൾ എങ്ങനെയാണ് ഇക്കാര്യം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഷിയു ആണെങ്കിൽ ഒരു കടൽ തീരത്തിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അവൾ അവിടെ വന്ന് നിന്നിട്ട് അവളുടെ ആർക്കിടെക്റ്റിനെ പറ്റിയിട്ടുള്ള ഡ്രീമും കാര്യങ്ങളും എല്ലാം ആലോചിക്കും. അതിന് എങ്ങനെയാണ് അവൾ പെർസ്യൂ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. അതേസമയം തന്നെ നമ്മളുടെ യു അവിടെ ഉണ്ടായിരുന്നു. അവനും അവൻ്റേതായിട്ടുള്ള കുറച്ച് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ അവനും ഒരു ആർക്കിടെക്റ്റാണ്. അവനും അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും പരസ്പരം കാണാനായിട്ട് വരും. എന്നാൽ ഇപ്പോഴും അവർ രണ്ടുപേരും കാണത്തില്ല. രണ്ടുപേരും തിരിഞ്ഞങ്ങ് നടക്കും. എങ്കിലും രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.